സമയമാണ്. 26-ാം തീയതി ലോകസഭാ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ 26-ന്റെ തെരഞ്ഞെടുപ്പിന്റെ സമയമാണിപ്പോ. സുഹൃത്തുക്കളെ, നല്ലൊരു ദുആ നടത്തണം എല്ലാവരും. ഈ തെരഞ്ഞെടുപ്പിന്റെ സമയമായതുകൊണ്ട് ഞാൻ ആ ദുആ പറഞ്ഞു തരാണ്. യുവാക്കളെ, ഏറ്റവും പ്രധാനം ദുആ. വോട്ട് ചെയ്യാൻ നമുക്ക് അവകാശമുണ്ട്. വോട്ട് ചെയ്യൽ നമ്മുടെ ബാധ്യതയാണ്. എന്നാൽ അതുകൊണ്ട് മാത്രം എല്ലാം ആയില്ല. കഴിവിന്റെ പരമാവധി വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം. യാത്രകളെല്ലാം അതിന് ശേഷം സൗകര്യം ചെയ്യണം. യാത്ര പിന്നെയും പോകാമല്ലോ. വോട്ട് 26-നാണ്. വോട്ട് പിന്നെ നീട്ടിവെക്കൂല. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി എല്ലാവരും വോട്ട് രേഖപ്പെടുത്താൻ ശ്രമിക്കണം. വോട്ടർ ID ഇല്ലാത്ത ആളുകൾ അത് ഉണ്ടാക്കാൻ വേഗം ശ്രമങ്ങൾ നടത്തണം. എന്നാൽ ഇത് പറയുന്നതോടൊപ്പം ഞാൻ എല്ലാ പുരുഷന്മാരോടും എല്ലാ ഉമ്മമാരോടും സഹോദരിമാരോടും പറയട്ടെ, ഒരു ദുആ ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഏതാണ് ആ ദുആ? ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്കി തുഅ്തിൽ മുൽക മൻ തശാഉ വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ വതുഇസ്സു മൻ തശാഉ വതുദില്ലു മൻ തശാഉ ബിയദിക്കൽ ഖൈർ. എന്താണ് അതിന്റെ അർത്ഥം? നബിയെ തങ്ങൾ പറയണം, മാലിക്കൽ മുൽക്ക്, സർവരാജാധികാരികളുടെ രാജാവായ അല്ലാഹ്, എല്ലാ അധികാരമുള്ള രാജാവായ അല്ലാഹ്, തുഅ്തിൽ മുൽക മൻ തശാഉ, നീ ഉദ്ദേശിച്ചവർക്കാണ് അധികാരം കൊടുക്കുന്നത്. ആർക്കാണോ നീ ഉദ്ദേശിക്കുന്നത് അവർക്ക് നീ അധികാരം കൊടുക്കും. വതൻസിഉൽ മുൽക മിമ്മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരിൽ നിന്ന് അധികാരം നീ തിരിച്ചെടുക്കും. ഉദ്ദേശിച്ചവർക്ക് അധികാരം നീ കൊടുക്കും. വേറെ ചിലരിൽ നിന്ന് അധികാരം നീ ബാക്കോട്ട് എടുക്കും. വതുഇസ്സു മൻ തശാഉ, നീ ഉദ്ദേശിച്ചവർക്ക് ഇസ്സത്ത് കൊടുക്കും. വതുദില്ലു മൻ തശാഉ, നീ ഉദ്ദേശിച്ചവരെ നീ നിസ്സാരപ്പെടുത്തുകയും ചെയ്യും. ബിയദിക്കൽ ഖൈർ, നിന്റെ നിയന്ത്രണത്തിലാണ് സർവ അധികാരവുമുള്ളത്. ഈ ദുആയങ്ങ് നടത്തുന്നതോടൊപ്പം അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ ഫീനാ വലാ തുസല്ലിതുഹും അലൈനാ ബിദുനൂബിനാ. അതേ, ഈ ദുആ എപ്പോഴും നിങ്ങൾ ഈ സമയത്ത് പ്രത്യേകം ദുആ ചെയ്യണം. അല്ലാഹുമ്മ ലാ തുമക്കിനിൽ അഅദാഅ ഫീനാ, ശത്രുക്കൾ ഞങ്ങളിലോട്ട് കയറി വരാൻ ഒരിക്കലും നീ സൗകര്യം ചെയ്യരുത് റബ്ബേ. അവർക്കങ്ങനെ ഒരു സൗകര്യം ചെയ്തു കൊടുക്കരുത്. വലാ തുസല്ലിതുഹും അലൈനാ ബിദുനൂബിനാ, നാം ചെയ്ത പാപങ്ങൾ കാരണമായി ഒരിക്കലും നീ അവരെ ഞങ്ങളുടെ അധികാരികളായി കൊണ്ടുവരരുതേ അല്ലാഹ്. ഈ 3 ദുആ ഇനിയുള്ള ഓരോ സമയങ്ങളിലും ദുആ ചെയ്യാൻ മറക്കരുത്. എപ്പോഴും ദുആ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ പ്രത്യേകം അതിന്റെ സാഹചര്യമായതുകൊണ്ട് ദുആ ചെയ്യേണ്ടതാണ്. അതിന് ഞങ്ങൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരാണെന്നല്ല, ഒരൊറ്റ ആഗ്രഹമാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ നാടിന് ഒരു സൗഹൃദമുണ്ട്, ഒരു മതമൈത്രിയുണ്ട്. എല്ലാ മതവിശ്വാസികളും നല്ല ഒത്തൊരുമയോടെ ജീവിക്കുന്ന നാടാണ് നമ്മുടെ കേരളയും, അതുപോലെ നമ്മുടെ കർണാടകയും, ഇന്ത്യയുൾപ്പെടെയുള്ള നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങളും. അതുകൊണ്ടല്ലേ കേരളത്തിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. അബ്ദുറഹീം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ അബദ്ധവശാൽ ആ മനുഷ്യൻ കാരണമായി ഒരു ജീവൻ പോയി എന്ന് പറഞ്ഞു. അതിന്റെ പേരിൽ 34 കോടി രൂപ കൊടുത്തില്ലെങ്കിൽ
ആ മനുഷ്യന് വധശിക്ഷ നടപ്പിലാക്കും എന്ന ഒരു വിഷയം വന്നപ്പോ എല്ലാരും കൈകോർത്തില്ലേ? ഇതര മതവിശ്വാസികളും ഇറങ്ങി, മുസ്ലിമീങ്ങളും ഇറങ്ങി, എല്ലാരും കൈകോർത്തിട്ട് Party Shati calls for Zomato. നോക്കുമ്പോ 1 രൂപ കൊടുത്തവനുണ്ട്. 1 രൂപ. നമ്മളെ ഗൂഗിൾ പേ, ഫോൺ പേ അതിലൊക്കെ ഇപ്പൊ 1 രൂപ കൊടുക്കാൻ പറ്റുമല്ലോ. 2 രൂപ. 1 രൂപ ആ ഫണ്ടിലേക്ക് ഇട്ടവനും ഉണ്ട്, 2 രൂപ കൊടുത്തവനും ഉണ്ട്, 1 രൂപ കൊടുത്തവനും ഉണ്ട്. എന്നിട്ട് കുറഞ്ഞ ദിവസങ്ങളെ കൊണ്ടല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ 34 കോടി സ്വരൂപിച്ചത്. അതല്ലേ നമ്മുടെ കേരളത്തിന്റെ യഥാർത്ഥ ചരിത്രം, അതല്ലേ നമ്മുടെ നാടിന്റെ യഥാർത്ഥ ചരിത്രം. കേരളത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരുന്നില്ല. നമ്മളെ കർണാടകയിൽ നിന്നും ലക്ഷങ്ങളോളം പണം കർണാടകയിൽ നിന്നും ആ ഫണ്ടിലേക്ക് പോയി, ലക്ഷദ്വീപിൽ നിന്ന് പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് പോയി. ആ സൗഹൃദം നമ്മുടെ നാട്ടിൽ എക്കാലത്തും നിലനിൽക്കണം. ഒരു ഉമ്മാന്റെ കണ്ണുനീര് കണ്ടപ്പോൾ അത് പർദ്ദ ധരിച്ച ഒരു ഉമ്മാന്റെ കണ്ണുനീരായതുകൊണ്ട് ഞങ്ങളത് മുഖവിലക്കെടുക്കില്ല എന്ന് ഇവിടെയുള്ള ഹൈന്ദവർ പറഞ്ഞില്ല, ക്രിസ്ത്യാനികൾ പറഞ്ഞില്ല. ആ ഒരു നല്ല മതമൈത്രിയാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കേണ്ടത്. അതിന് വോട്ട് രേഖപ്പെടുത്തുന്നതോടൊപ്പം ഞാൻ ഈ പറഞ്ഞ ദുആ നടത്തണേ. ഇത് പറയുന്നതോടൊപ്പം ഞാൻ പറയാണ്, ഓ സുഹൃത്തുക്കളെ, അതാ സ്ഥാനാർത്ഥികളെ പിന്നാലെ നടക്കുമ്പോൾ നടക്കുന്നതിന് എതിരാണ് എന്നല്ല പറയുന്നത്. അതാത് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അവരെ കൂടെ നടക്കുമ്പോൾ ചെറുപ്പക്കാരാ, നിന്റെ ഒരു നേരത്തെ നിസ്കാരം ഒരിക്കലും ഖളായി പോകരുത് കേട്ടോ. പള്ളിയിലെ ജമാഅത്ത് നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. ഖുർആൻ പാരായണം നഷ്ടപ്പെട്ടു പോകരുത് കേട്ടോ. നീ റമദാനിൽ ജമാഅത്തിന് വന്നവനാണ്, ഇതുപോലെ കൃത്യമായും നിസ്കരിച്ചവനാണ്, ധാരാളം ഖുർആൻ ഓതിയവനാണ്. റമദാനിലെ ഒരൊറ്റ ദിവസം പോലും ഖുർആൻ ഓതാത്ത ദിവസം നിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലല്ലോ. ആ നീ തെരഞ്ഞെടുപ്പിന്റെ സമയം വരുമ്പോ സ്ഥാനാർത്ഥികളെ കൂടെ നടക്കുമ്പോ ഒരു ദിവസവും നിന്റെ ഖുർആൻ ഓത്തു മുടങ്ങാൻ പാടില്ല, സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല, നിന്റെ ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഹറാമായത് ഒന്നുപോലും ഹലാലാകാൻ പാടില്ല. അത് പ്രത്യേകം മുസ്ലിം ചെറുപ്പക്കാർ ശ്രദ്ധിക്കേണ്ടതാണ്.